കൂടി വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകാല് ഇന്ന് ജോയിൻ ചെയ്ത അന്നമാൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. അന്നമാൻറ്റിക്ക് ഒരു ഭവനത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്താൽ അൺമ്യൂട്ട് ഒന്നും ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എങ്കിലും ജോയിൻ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അടുത്തതായിട്ട് നമ്മള് ഏറെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ ആയിരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസി സിസ്റ്റർ റീജ ബിജു കൊട്ടാരക്കര. സിസ്റ്റർ ബ്ലസ്സി പരിചയപ്പെടുത്തുവാൻ ഇടയായി. നാട്ടില് IPCയോടുള്ള ബന്ധത്തില് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു കർത്താവിന്റെ ദാസി. അതുപോലെ കൊട്ടാരക്കരയ്ക്ക് അടുത്താണ് താമസം. കൊട്ടാരയ്ക്ക് അടുത്ത് കുന്നക്കര എന്ന IPC ഫാമിലി വർഷിപ്പ് സെന്റർ സഭയുടെ സഭാ ശുശ്രൂഷയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം പല സ്ഥലങ്ങളില് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് ദൈവവേലയിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല, എങ്കിലും ഇന്നലെ ഫോണിൽ കൂടിയെല്ലാം ബന്ധപ്പെടുവാനിടയായി. വളരെ തിരക്കാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ട് എനിക്ക് രാത്രിയാണ് മറുപടി കിട്ടിയത്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളെന്ന്. രാത്രി 11 മണിയായപ്പോഴാണ് എനിക്ക് മറുപടി കിട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായി വളരെ തിരക്കുള്ള സാഹചര്യത്തിലും നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഈ മീറ്റിംഗില് തക്ക സമയത്ത് കറക്റ്റ് 10:30 തന്നെ ജോയിൻ ചെയ്യുവാനെല്ലാം കർത്താവിന്റെ ദാസി കാണിച്ച ആ വലിയ ശുഷ്കാന്തിക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടെ, വളരെ ഹാർദവമായി, ഹൃദയംഗമായി ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സിസ്റ്റർ റീജ ബിജുവിനെ സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് IPC അയർലൻഡ് EU റീജിയന്റെ ഈ 1 ഡേ സിസ്റ്റേഴ്സ് കോൺഫറൻസില് കർത്താവിന്റെ വചനവും സാക്ഷ്യമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നല്ലൊരു അവസരം ഒരുക്കി തന്നതിനായിട്ട് എന്റെ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെസ്സി മാത്യു. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത ആമേൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ പ്രിയ റിയ ബ്ലസ്സൻ. ഞാൻ ഒത്തിരി ക്രിസ്തു സ്നേഹിക്കുന്ന, എൻ്റെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന ഒരു പൈതലാണ് ബ്ലസ്സി. സ്തോത്രം റിയ. പ്രിയ പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ കർത്താവിന്റെ ദാസി പ്രിയ ബ്ലസ്സി സൂസൻ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയ ഓമന ആന്റി. ഞങ്ങളുടെ കൊട്ടാരക്കര IPC ബേർസെബ സഭയില് പ്രവർത്തിച്ച, അല്ലെങ്കിൽ 3 വർഷം ഞങ്ങൾക്ക് സഭാ ശുശ്രൂഷകനായിരുന്ന വിജയ മത്തായി പാസ്റ്റർ ആമേൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. സ്തോത്രം. പ്രിയ ആന്റിയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച ഷെറിന്. ജസ്ലി മാത്യു. സ്തോത്രം. സങ്കീർത്തനം വായിച്ച കർത്താവിന്റെ ദാസി പ്രിയ ജോളി സിസ്റ്റർ. ആമേൻ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എന്റെ വാത്സല്യ സഹോദരങ്ങൾക്കും, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഒരുപക്ഷെ നമുക്ക് പരസ്പരം അറിയില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിലൊന്നാ, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ ഒത്തിരി ചിന്തിച്ചു. സ്തോത്രം. അനേക ദേവദാസിമാരൊക്കെ ഉണ്ട്, എനിക്ക് അറിയാവുന്ന പലരും ഉണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് ആമേൻ ലിസിക്കുട്ടി സാം, പ്രിയാന്റെ കർത്താവ് സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ സ്തോത്രം വചനമൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, ഇതിനകത്ത് സഹോദരിമാര് മാത്രമേ ഉള്ളൂ. അപ്പൊ സഹോദരിമാർക്ക് വേണ്ടുന്ന ഒരു ദൈവിക ആലോചന എന്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു വചനം വായിച്ച് എനിക്ക് തന്ന സമയത്തോട് ഞാൻ വേഗത്തിലിരിക്കാം. ഒത്തിരി സന്തോഷമുണ്ട്. ഈ രാജ്യത്തെ കർത്താവ് നമ്മുടെ സഹോദരിമാരെ കൊണ്ടെത്തിച്ചു. നമ്മൾ ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവ സ്നേഹം അനുഭവിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. നമ്മൾ ആ രാജ്യത്തിന്റെ ഉണർവായി ക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെടുന്നത് ഒത്തിരി സന്തോഷമാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കെല്ലാം സഹോദരിമാർക്കെല്ലാം പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കുന്നു. ഒരാൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഒത്തിരി സന്തോഷമാണ്. 2 വേദഭാഗം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യവും, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യവും
അതിന്റെ 24-ാം വാക്യവും വായിക്കാം. ന്യായാധിപന്മാർ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 24-ാം വാക്യവും. യഹോവേ, നീ സേയിരിൽ നിന്ന് പുറപ്പെടുകയിൽ ഏദോമ്യ ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. 24-ാം വാക്യം കൂടി. കേന്യനാം ഹേബേരിൻ ഭാര്യയാം യായേലോ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് എനിക്ക് തന്ന ദൈവിക ചിന്ത ഞാൻ പറഞ്ഞു വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വചനം വായിച്ച കർത്താവ് ദാസി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം, അവിടെ ആദ്യ ഭാഗം വായിക്കുന്നു. ദെബോരയും ആമേൻ അബീനോബാന്റെ മകനായ ബാരാക്കും, ദെബോരയും ബാരാക്കും പാട്ടു പാടിയത് എന്തെന്നാൽ അവർ പാടി ആരാധിച്ച ഭാഗമാണ്. എപ്പോ അവർക്ക് യുദ്ധത്തിൽ ജയിച്ചു. ഒരു ലോകത്തിലെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത സീസരയെ തകർത്ത് ജയിച്ചു വന്ന ആമേൻ അഭിഷേകമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് പ്രവേശിച്ചുകൊണ്ടിരുന്ന പ്രവാചകിയായ ദെബോരയും കൂടെ നിന്ന ബാരാക്കും കൂടെ അവരനുഭവിച്ച യുദ്ധത്തിന്റെ ആ ക്ലേശങ്ങൾ അനുഭവിച്ച് അവര് വിജയം പ്രാപിച്ചപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് ക്രമീകരിക്കുന്നത്? നമുക്ക് തിരക്കുള്ള ആ രാജ്യത്ത് പോയി തിരക്കുള്ള അനുഭവങ്ങളല്ലേ. പക്ഷെ എന്തുകൊണ്ടാ? ഞങ്ങളെ വിടിവിച്ച, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ രാജ്യത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ കരുതിയ ആ ദൈവത്തെ ഞങ്ങൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? നമുക്ക് എല്ലാവർക്കും വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി, പറ്റുന്നവർ മതി. തിരക്കുള്ളവരുണ്ട്, ജോലിയിലുള്ളവരുണ്ട്. സ്തോത്രം. കർത്താരദാസി പറഞ്ഞതുപോലെ നാട്ടിൽ നമുക്ക് മീറ്റിങ്ങിന്റെ അനുഭവം. കാരണം എല്ലാ ചർച്ചകളിലും ഫാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നോടനെ ഞാൻ ഈ മീറ്റിങ്ങിന് കയറിയത്. അപ്പൊ ഒത്തിരി സന്തോഷമാണ്. അതുകൊണ്ട് സ്തോത്രം. അതിനേക്കാളും തിരക്കാണ് അവിടെയും. അപ്പൊ നമ്മളെല്ലാം മനുഷ്യർക്കെല്ലാം ഇപ്പൊ ഭയങ്കര ബിസി എന്ന് ആരോട് ചോദിച്ചാലും പറയുന്നത് ഉണ്ട്. അതിന്റെ നടുവിലും കർത്താവിന്റെ സ്നേഹത്തോട് ഒരുമിച്ച് നമ്മളായിരിക്കുന്ന ഒത്തിരി സന്തോഷമല്ലേ? അതെ. അപ്പൊ ജീവനുള്ളവർ സ്തുതിക്കും, ജീവനുള്ളവർ ആരാധിക്കും. അതുകൊണ്ട് സൂമിലാണെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ ആദരവൊക്കെ ഒന്ന് അനക്കി ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് കരമടിക്കാൻ പറ്റുമെങ്കിൽ, സാമ്പിൾ ഉണ്ടെങ്കിൽ കരമൊക്കെ ഒന്ന് അടിച്ച് ഒരു ഹല്ലേലൂയ പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷം അല്ലേ? നമ്മൾ പരസ്പരം ശുശ്രൂഷിക്കുന്നേ. ആമേൻ. എന്ത് വചനം കേട്ടാലും അത് എന്നോടാപ്പോ, അത് എന്നോട് തന്നെ എന്ന് പറഞ്ഞ ആമേൻ പറഞ്ഞാൽ ഏറ്റെടുക്കുക, ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. സ്തോത്രം. 100 പേരടങ്ങുന്ന ഈ ഒരു മീറ്റിംഗില് സ്തോത്രം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് അതരങ്ങളെയൊക്കെ ചലിപ്പിച്ച് ആമേൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവരിങ്ങനെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ നാവിൽ വന്ന പാട്ടാ ഇവര് പാടിയിട്ടിരിക്കുന്നത്. ഇവര് യുദ്ധത്തിന് മുൻപ് എഴുതിയ പാട്ടല്ല. ആണോ? അല്ല. ദെബോരയോട് യുദ്ധമുണ്ട്, ബാരാക്കിൽ തകർക്കൂന്നൊക്കെ പറഞ്ഞ് ശബ്ദം കേട്ടെങ്കിലും ഇത്ര വലിയൊരു യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അറിയാതെ പാടിയ പാട്ടാ. സ്തോത്രം. നമ്മളിങ്ങനെ ശക്തമായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴേ, പണ്ടത്തെ കാലമൊക്കെ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഭയങ്കര ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വലിയ പ്രായമുള്ള അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ ഇടിമുട്ടുന്ന ശബ്ദത്തിലല്ലേ പ്രവചനത്തിൽ വിളിച്ചു പറയുന്നേ? എന്നോ ശബ്ദത്തിലാ പ്രവചിക്കുന്നേ. അതെ, ഭയങ്കര ശബ്ദത്തിലാ. കാരണം അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാവിൽ കൊടുക്കുന്ന പ്രവചനം അത് ശക്തമായ ദൂത. അതുകൊണ്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തരുന്ന ദൂതുകളൊക്കെ എഴുതിയിടണം. അത് നാളത്തെ പ്രവചനങ്ങള്, നാളത്തെ അനുഗ്രഹമാണ്. സ്തോത്രം. റിയ രാജ്യത്തിരിക്കുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ മോളെ കണ്ടിട്ടില്ല, 2 ആൺകുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോടൊപ്പം താമസിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ അന്നെല്ലാം പ്രവചനങ്ങളൊക്കെ കണ്ണുനീരോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പൈതലായിരുന്നു റിയ. ആ രാജ്യത്ത് അവൾ ചെന്നതിന്റെ പിന്നിൽ ഒത്തിരി ദൈവസഭയിൽ പ്രാർത്ഥിച്ച് ദൈവം അയച്ചിട്ട് അവിടെ കൊണ്ടുവന്നേ. അങ്ങനെയെങ്കിൽ ആമേ റിയയിലൂടെ എനിക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാൻ അവസരം തന്നെങ്കിൽ അമ്മേ ദൈവം ഇത്
കുറിച്ചിട്ടതാ അല്ലേ? അതെ. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയാം, നമുക്ക് തരുന്ന പ്രവചനങ്ങളും ദൂതുകളും നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തരും. അത് നമ്മൾ എഴുതിയിടണം. നാളത്തെ പാട്ടുകളായി മാറും, നാളത്തെ അനുഗ്രഹമായി മാറും, അത് നാളത്തെ വിടുതലുകളായി മാറും. വിശ്വസിക്കുന്നു. ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ പാടിയ പാട്ട്, യഹോവേ നീ സെയീരിൽ നിന്നും പുറപ്പെടുകയാൽ, ഏതോ നീ ദേശത്തു കൂടി നടകൊള്ളുകയാൽ, ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. ഇവൻ ആത്മാവിൽ കണ്ടു. എന്ത് കണ്ടു? സ്തോത്രം. യുദ്ധം തുടങ്ങുമ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് ഇവര് കാണുകയാ. ആർക്കു വേണ്ടി മഴ പെയ്തു? ആർക്കു വേണ്ടി? ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവദാസിക്ക് വേണ്ടി, അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ സ്വന്തം ജനത്തിനു വേണ്ടി സ്വർഗം ഇറങ്ങി. ഇറങ്ങൂ, ഇറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലേ? 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോ, 4-ാം അധ്യായത്തിന്റെ 1 മുതൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വായിക്കണം. നിങ്ങൾ വായിച്ചു വിട്ട ഭാഗമാണെങ്കിലും നിങ്ങൾ അതൊന്ന് ആഴമായി ഗ്രഹിച്ചു വായിക്കണം. ആമേൻ. ഇവിടെ 4-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോ ഇവരെ ദൈവം ആർക്ക് വിറ്റത്? കനാന്യ രാജാവായ യാബീന് വിറ്റത്. യാബീൻ ഒരു ദുഷ്ട രാജാവാ. അപ്പൊ ഈ രാജാവിന് ആരാ വിറ്റത്? ദൈവമാ. യഹോവ വിറ്റ് കളഞ്ഞെന്നല്ലേ? യഹോവ അവരെ ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റ് കളഞ്ഞു. അതാണ്. എന്തുകൊണ്ട്? ആമേൻ. ഈ ദൈവജനം യഹോവയ്ക്ക് അനിഷ്ടമായത് പ്രവർത്തിച്ചത് കൊണ്ട്. മക്കളെ, ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ശത്രുവിന്റെ കരത്തിൽ ഏൽപ്പിക്കും. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം പ്രവർത്തിക്കണം അല്ലേ? 20 വർഷം ജനം വളരെ, അവിടെ 3-ാം വാക്യം, ആമേൻ സ്തോത്രം, ഈ കനാന്യ രാജാവിന്റെ സേനാപതിയാണ് സീസര. സീസരയ്ക്ക് 900 ഇരുമ്പരഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 വർഷം കഠിനമായി ഞെരുക്കി. എത്ര വർഷം? 20 വർഷം. 20 വർഷം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഒറ്റ തുടക്കത്തിൽ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, കർത്താവ് തരുന്ന സമയം നഷ്ടമാക്കല്ല മക്കളെ. കർത്താവ് തരുന്ന അവസരങ്ങൾ നഷ്ടമാക്കി കളയരുത്. എനിക്ക് കഴിവില്ല, എനിക്ക് മീറ്റിംഗ് ലീഡ് ചെയ്യാൻ അറിയില്ല, എനിക്ക് സങ്കീർത്തനം വായിക്കാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, നിങ്ങളോടൊപ്പം ഞാൻ പുറകിലിരുന്നോളാം. നോ, ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ ഇന്ന് റെഡി ആയിക്കോണം. നാളെ എന്ന് ചിന്തിക്കരുത്. നമ്മളെ കർത്താവ് ആ രാജ്യത്ത് കൊണ്ടുപോയെങ്കിൽ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ഓരോരുത്തരെ കർത്താവ് കണ്ടിരിക്കുക. എത്ര പേര് ഏറ്റെടുക്കുന്നു? എത്ര പേര് ഏറ്റെടുക്കുന്നു? ഡേസി ശമൂൽ ഏറ്റെടുക്കുന്നു? അതെ, പറമക്കളെ, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എന്നിലൂടെ ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. എന്നിലൂടെ കർത്താവ് ചില ദൗത്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അതെ, സ്തോത്രം. ഇവിടെ 20 വർഷം ജനം കരയുക, 20 വർഷം നിലവിളിക്കുക. എത്ര പ്രവാചകന്മാരെ കൊണ്ടുവന്നാലും വിടുതൽ വേണോ? പറ്റുമോ? നമ്മൾ ദൈവസന്ധി കരയാൻ തയ്യാറാകുമോ? ഏത് വിഷയമായിക്കോട്ടെ, കുടുംബജീവിതത്തിലെ പ്രശ്നം, തലമുറയുടെ വിഷയം, ആമേൻ സ്തോത്രം, ജോലി മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അനുഭവം, പുറമെ നോക്കുമ്പോ എല്ലാം ഉണ്ട്, പുറമെ നോക്കുമ്പോ എല്ലാം കൊണ്ട് സമൃദ്ധിയാം. പക്ഷെ കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന ഞെരുക്കം ഒരുപക്ഷെ നിനക്ക് ആരോടും പറയാൻ പറ്റില്ല. മക്കളെ, നീ സ്നേഹിച്ചവർ, നിന്റെ കൂടെ നിർത്തിയവർ, സ്വന്തം മക്കൾ, സ്വന്തം മാതാപിതാക്കൾ ഒക്കെ നിന്നെ കഠിനമായി പീഡിപ്പിക്കുമ്പോൾ നീ പറഞ്ഞില്ലേ, മതി, എനിക്ക് പറ്റില്ലിനി, മതി, എന്നെ എടുത്തോന്ന് വരെ ചോദിച്ച ദൈവ പൈതലേ, കർത്താവ് പറയുന്നു, ഇല്ല മക്കളെ, നിന്നിലൂടെ എന്റെ ദൈവത്തിന് ചെന്ന് പ്രവർത്തിക്കാനുണ്ട്. 20 വർഷം ഞാൻ അങ്ങ് പറഞ്ഞ വിടാം, വചനഭാഗങ്ങളൊക്കെ എടുത്തുപോയ സമയം പോകുന്നത് കൊണ്ട് 20 വർഷം കരഞ്ഞപ്പോഴാണ് ഈ ദപ്പനയുടെ കീഴിലിരുന്ന പ്രവചിച്ച, ആമേൻ, ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിലിട്ട പേരാണ് പ്രവാചകിയായ ദെബോര. ദെബോര എഴുന്നേൽപ്പിച്ചു.
ദെബോര എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് പറഞ്ഞു? ആമേ കൂട്ടിന് ആരെ കൊടുത്തു? ബാരാക്കിനെ കൊടുത്തു. ബാരാക്കിനെ കൊടുത്തിട്ട് ദെബോരയോട് ദൈവം അറിയിച്ച അരുളപ്പാട് ചെന്ന് ആരോട് പറയുക? ബാരാക്കിനോട് പറയുക. ബാരാക്കിനോട് പറഞ്ഞത് എന്താ? സ്തോത്രം. അവിടെ പറയുന്നു അവന്റെ ആരുടെ? സീസരയുടെ, യാബീന്റെ സേനാപതിയായ സീസരയെയും, 7-ാം വാക്യം, അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം അറിയിച്ച ദൂത. ദൈവം ബാരാക്കിനോട് ദെബോരയിലൂടെ അറിയിച്ചു, സീസരയെ തകർക്കാൻ ലോകത്തിലെ ഒറ്റ ശക്തിക്ക് കഴിയിട്ടില്ല. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ അരുളപ്പാട് ദെബോരയിലൂടെ അറിയിച്ചു, ബാരാക്കേ നിന്റെ കരത്തിൽ തരാൻ പോവാ സീസരെ. ആമേൻ പറഞ്ഞു. ഏറ്റെടുത്തോ? അവിടെ ഏറ്റെടുത്തോ? ഇല്ല. ബാരാക്ക് ആമേൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? അയ്യോ നീ കൂടെ വന്നാ ഞാനിവിടെ പോവാ, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ അല്ലേ? കാരണം സീസരയെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ലോക രാഷ്ട്രം മുഴുവനും കൂടിയാൽ ഒന്നിക്കുന്ന 900 ഇരുമ്പ് രഥമുള്ള സൈന്യമാണ്. 900 ഇരുമ്പ് രഥം. ഫറവോന് പോലും 600 ഉള്ളായിരുന്നു. അപ്പൊ ഇത്രയും വലിയ രഥമുള്ള ഒരു സൈന്യത്തെ ഈ ബാരാക്ക് ചിന്തിച്ച് ഞാൻ എങ്ങനെ ജയിക്കാനാ? നീ കൂടെ വാ, ഞാൻ പോകും. സ്തോത്രം. അപ്പൊ ഞാനാണ് എന്ത് പറയും? ഞാനാണെങ്കിൽ പറയും, സ്തോത്രം, കർത്താവ് അറിയിച്ച ദൂതല്ലേ? അല്ലേ ലിനി? അതെ, ഞാൻ പറയും കർത്താവ് അറിയിച്ച ദൂതല്ലേ, ഏറ്റെടുത്തോ, നിന്നിലൂടെ കർത്താവ് ചെയ്യിക്കും, നിന്നിലൂടെ തന്നെ സീസറ തകരും എന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെ അങ്ങനെയാണോ പറഞ്ഞേ? ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ പറഞ്ഞു ശരി ഞാൻ വരാം, പക്ഷെ അവിടെ കൊണ്ട് റൂട്ട് മാറി. കർത്താവ് ചിലരെ നമുക്ക് പറ്റാത്തത് അടുത്ത ആളെ ഏൽപ്പിക്കുക, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പൊ ചിന്തിക്കുക എനിക്ക് കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സാമ്പത്തികമുണ്ട്, കുടുംബ സുരക്ഷിതയുണ്ടെന്നെല്ലാം നമ്മൾ ചിന്തിക്കും. സ്തോത്രം. പിന്നെ നമ്മൾ കരയും മക്കളെ. കർത്താവ് വ്യക്തമായി പറഞ്ഞ ആത്മഭാരമുള്ള എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരെ, എന്റെ അനുജത്തിമാരെ, എന്റെ ജ്യേഷ്ഠത്തിമാരെ, ഞാൻ ഒറ്റ കാര്യം പറയാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തരുന്ന സമയം നഷ്ടമാക്കരുത്. ഇവിടെ ബാരാക്കിനോട് പറഞ്ഞു ശരി ഞാൻ വരാം, പക്ഷെ നിനക്ക് വരാനിരിക്കുന്ന ബഹുമാനം ഇനി നിനക്ക് വരത്തില്ല. അടുത്തൊരു സ്ത്രീയുടെ കൈയാൽ ഞാൻ സീസരയെ തകർക്കും. കണ്ടോ? ഈ ദെബോരയ്ക്ക് അറിയാമോ ഏത് സ്ത്രീയാണെന്ന്? ഇല്ല. ദൈവം പറഞ്ഞു ഇനി ഈ സീസരയെ കൊല്ലുന്ന ബഹുമാനം ആർക്കാ? ഒരു സ്ത്രീയുടെ കൈനത്തിലിരിക്കും. സ്തോത്രം. കർത്താവ് ചെയ്യിപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആന്റി ഓമനമത്തായി എല്ലാം അറിയാം. എന്റെ അച്ഛന്റെ അംഗവൈകല്യമുള്ള കാല് വയ്യാത്താണ്. തന്റെ ദാസന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ കടന്നു പോകാൻ. സ്തോത്രം. എപ്പോഴും നമ്മുടെ വിജയമത്തായി പാസ് പ്രസംഗം പറയുമായിരുന്നു. പാസ്റ്ററോടൊപ്പം അച്ഛ എന്ന് വിളിച്ചോണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. അന്ന് ഞാൻ പൊതുവിലൊക്കെ പാസ് പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു ഞാൻ ഇങ്ങനെ പുറകെ നടക്കും. അന്ന് അച്ഛനോടൊപ്പം ഞാൻ പുറകിലായിരുന്നു. പക്ഷെ എന്റെ അച്ഛന്റെ കാലിന് അല്പം ബുദ്ധിമുട്ട് വന്ന് 5-10 മിനിറ്റ് പോലും നിന്ന് പ്രസംഗിക്കാൻ പറ്റാത്തതുപോലെ കാലിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴാ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ച്. അതുവരെ എനിക്കൊരു വചനമൊന്നും പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ തന്ന സമയം ഒന്നും നഷ്ടമാക്കിയിട്ടില്ല. എവിടൊക്കെ ഓടാമോ, എവിടൊക്കെ പരിശീലനം ചെയ്യാമോ, ഭവന സന്ദർശനത്തിന് പോകാമോ, എന്നെ കൊണ്ട് പറ്റുന്ന തലത്തിലൊക്കെ ചെയ്ത മക്കളെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ പ്രവർത്തിപ്പാനൊക്കെ കർത്താവ് ഭാഗ്യം തന്നു. എന്നാല് എന്റെ അച്ഛൻ അല്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നെ കർത്താവ് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുക ചെയ്തേ. ഇവിടെ വരെ വരാൻ ഒരു യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് ഒരു യോഗ്യതയും പറയാനൊന്നുമില്ല. പാവപ്പെട്ട വീട്ടിൽ ഒരു കൂലിപ്പണിക്കാരന്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഒരു അംഗവൈകല്യമുള്ള ആളുടെ ഭാര്യയായിട്ടാ കർത്താവിന്റെ വേല. പക്ഷേ അവിടെ നിന്നെല്ലാം മാറ്റി നിർത്തിയ സമയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചത് കൊണ്ട് ഈ ഒരു പദവിയിൽ കർത്താവ് കൊണ്ടുവന്നത് പറയാൻ പറ്റുമോ? ലോകം പറഞ്ഞു നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാകും. ലോകം എന്റെ സ്വന്തം രക്തബന്ധങ്ങൾ പറഞ്ഞു നീ അംഗവൈകല്യമുള്ള ആളുടെ കല്യാണം കഴിച്ചാൽ നിനക്ക് ജനിക്കുന്ന സന്തതിയും അങ്ങനെ തന്നെയായി മാറും. പക്ഷെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ തന്നാൽ അവരെ ഞാൻ വളർത്തോ. ദൈവം എനിക്ക് അംഗവൈകല്യമുള്ള കുഞ്ഞിനെ തന്നാൽ ഞാൻ വളർത്തോ.
പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട 2 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. സ്തോത്രം. ഞങ്ങളോടൊപ്പം ദൈവവേല ചെയ്യുന്ന അവയത്തിൽ ലുസിയാനി ഉണ്ടല്ലോ, അതിനോട് ചോദിച്ചപ്പോ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. പ്രിയ മകളും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന 3 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. ഒറ്റ കാര്യം പറയാ, ആരൊക്കെ ശാസിച്ചാലും കളിയാക്കിയാലും മാറ്റി നിർത്തിയാലും ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ എത്ര പേർ റെഡിയാ? സ്തോത്രം. തയ്യാറാകണം. നമുക്ക് കർത്താവിനോട് നിൽപ്പാൻ തയ്യാറാകണം. സ്തോത്രം. ബാരാക്കിനോട് ദെബോര പറഞ്ഞു, ശരി നിന്റെ കൂടെ ഞാൻ വരാം, പക്ഷേ നിനക്ക് വരാനിരിക്കുന്ന ബഹുമാനം ഞാൻ മറ്റൊരു സ്ത്രീയുടെ കരത്തിൽ ഏൽപ്പിക്കാൻ പോവാ. ഓക്കെ, യുദ്ധത്തിന് പോയി. ഞാൻ പറഞ്ഞു വിടാം. യുദ്ധത്തിന് പോകുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായം 13-ാം വാക്യം അവിടെ വായിക്കുന്നു, സീസര തന്റെ 900 ഇരുമ്പ് രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹസോരത്തിൽ നിന്ന് കീശോൻ തോടിനരികെ വിളിച്ചുകൂട്ടി. കീശോൻ തോടിന്റെ അരികെ വിളിച്ചുകൂട്ടി. ദൈവം എന്താ ബാരാക്കിനോട് ദൂത് പറഞ്ഞ്? കീശോൻ തോടിന്റെ കരയിൽ വെച്ച് ഞാൻ ആരെ തകർക്കും? ബാരാക്കെ, നീ നിന്റെ കരത്തിൽ സീസറെ ഏൽപ്പിക്കും. ഇപ്പൊ സീസർ എവിടെ വന്ന്? കീശോൻ തോടിന്റെ കര. കീശോൻ തോടിന്റെ കരയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? കീശോൻ തോടിന്റെ കരയുടെ പ്രത്യേകത വലിയ മൈതാനമാ. വലിയ മൈതാനമാ. ഒരു മഴ പെയ്താൽ മതി, ഇത് ചെളിക്കുണ്ടമായി മാറും. സ്തോത്രം. നല്ല വെയിലുണ്ടെങ്കിൽ ഉണങ്ങിയ വലിയ നല്ല ഉറച്ച സ്ഥലമാണ്. പക്ഷെ ഒറ്റ മഴ പെയ്താൽ ഇത് ചെളിക്കുണ്ടമായി മാറും. ഈ തോടിന്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ സീസനെയും 900 ഇരുമ്പ് രഥവും സൈന്യവുമായി അണിനിരന്നു. ബാരാക്കും ദെബോരയും കുറച്ച് സൈന്യം കൂടെ ഇപ്പുറ സൈഡിൽ അണിനിരന്നു. ഇവരൊരുമിച്ച് അങ്ങോട്ട് യുദ്ധം ആരംഭിച്ചപ്പോൾ അവിടെ 14-ാം വാക്യം പറയുന്നു, ദെബോര ബാരാക്കിനോട് പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു. യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു. കേട്ടോ? സ്തോത്രം. ഏറ്റവും ഉന്നതനും ധാർഷ്ട്യക്കാരനും ലോകത്തിലെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത സീസറ മുമ്പിൽ നിൽക്കുമ്പോൾ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന പാവപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുറച്ചു പേർ യുദ്ധം ആരംഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വായിച്ച വാക്യം ഇതാണ്. യുദ്ധം സംഭവിച്ചപ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുന്നുണ്ട്. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായി ഇറങ്ങി വന്നു. വരുവോ മക്കള്? വരുവോ? ആരുമില്ല. സ്നേഹിപ്പാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, കയ്യിൽ ആയുധമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. ഒരു പാവപ്പെട്ട ബാരാക്കുണ്ട്. പക്ഷേ സ്തോത്രം, ബലഹീന പാത്രമായ ദെബോരയെ കർത്താവ് തെരഞ്ഞെടുത്തത്. പക്ഷെ ആ സമയത്ത് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വീരന്മാരുടെ മധ്യേ യഹോവ ഇറങ്ങി വന്നു. എത്ര പേര് പ്രാർത്ഥിച്ചു തുടങ്ങും? കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരണം, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരണം. എനിക്ക് പ്രതികരിക്കാനൊന്നും ശേഷിയില്ലപ്പാ. വലിയ വലിയ ഉന്നതന്മാർ നടുവിൽ, മക്കളുടെ നടുവിൽ, മരുമക്കളുടെ നടുവിൽ, ജോലി മേഖലകളിൽ, ഉദ്യോഗസ്ഥരുടെ നടുവിൽ ഞങ്ങൾക്ക് സംസാരിപ്പാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവെ, നീ ഒന്ന് ഇറങ്ങി വരണേ അപ്പാ. എത്ര പേര് ചോദിച്ചു തുടങ്ങും? എത്ര പേര് പ്രാർത്ഥിച്ചു തുടങ്ങും? അതരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിക്കും. മക്കളെ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒന്ന് ഇറങ്ങി വരണം. ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട് മക്കളെ. കർത്താവ് ഇറങ്ങി വരും, സ്വർഗം ഇറങ്ങി വരും. എത്ര വീരന്മാരാണെങ്കിലും, എത്ര ശ്രേഷ്ഠന്മാരാണെങ്കിലും കർത്താവ് ഇറങ്ങി വരും. ഇറങ്ങി വന്നതുകൊണ്ടാണെന്നേ എന്ത് സംഭവിച്ചത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആകാശത്തിന്റെ അവിടെ വായിക്കുന്ന 4-ാം വാക്യം, യഹോവേ നീ സെയീരിൽ നിന്നും പുറപ്പെടുകയാ, ഏദോമ്യ ദേശത്തുകൂടി നടകൊള്ളുകയാൽ. സ്തോത്രം വായിക്കുന്നു, ഭൂമി കുലുങ്ങി.
ആകാശം ചൊരിഞ്ഞാമേൽ പൊഴിഞ്ഞു, വേഗങ്ങൾ വെള്ളം ചൊരിഞ്ഞു. ഇത് വായിക്കുന്നതിന്റെ അർത്ഥം എന്തുവെന്നറിയാമോ? ദെബോരയും ബാരാക്കും കൂടെ നിൽക്കുക സൈന്യമായിട്ട്. 900 ഇരുമ്പ് രഥമുള്ള സൈന്യം നിൽക്കുക. ഇവരിവിടെ നിൽക്കുമ്പോൾ യുദ്ധം ആരംഭിച്ചു. യുദ്ധമായിട്ട് ആരംഭിക്കുമ്പോൾ ആമേ ഒരു കഴിവുമില്ലാത്ത ബലഹീന മാത്രമായ ദെബോര ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. അതുകൊണ്ടല്ലേ പറഞ്ഞേ അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടം അവിടെ നിന്ന് കരയും. ആരാ കരയാത്ത? സ്തോത്രം. നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നും നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് കരയാറില്ലേ? എന്നും നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കാറില്ലേ? ഉണ്ടെന്നേ, ഉണ്ട്, ക്ഷീണിക്കാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മളൊന്ന് ഉരുകത്തില്ലേ? ഹൃദയം ഉരുകും, ഒന്ന് വേദനിക്കും. 10 പ്രാവശ്യം കരഞ്ഞു കഴിയുമ്പോൾ ദൈവപ്രവൃത്തി ചലിച്ചു തുടങ്ങും. ആരുടെ മുമ്പിൽ തോറ്റു പോകുന്നതല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അഭിഷേകമുള്ള ഒരു വ്യക്തി ആരുടെ മുമ്പിൽ തലകുനിപ്പാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ആത്മാവിനെ വിളിച്ചു പറഞ്ഞു ശക്തമായിട്ട് ദൈവാത്മ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇവിടെ ഇങ്ങനെ അണിനിരുന്ന ആ സമയത്ത് യുദ്ധം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ കർത്താവ് ആകാശത്തിന്റെ വെള്ളം ഇങ്ങനെ പൊഴിയോന്ന് പറഞ്ഞ് വെള്ളം അതിങ്ങനെ എവിടെ വീണു? കീശോങ്കോടിലേക്ക് വെള്ളം വീഴുക. സീസനെ സൈന്യം കൂടെ രഥത്തിനകത്ത് കയറി. രാമസ്തോത്രം. രഥചക്രങ്ങൾ കൊണ്ട് ചലിപ്പിക്കാൻ തുടങ്ങി. രഥചക്രങ്ങൾ ചലിക്കുമ്പോൾ എന്താ സംഭവിച്ചേ? സ്തോത്രം. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിന്റെ 21, 20, 21, 22 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ പൊരുതി. ദൂതന്മാരാ അത്. സീസറയുമായി സ്വഗതകളിൽ പൊരുതി. യെസ്, സ്തോത്രം. യുദ്ധം ആരംഭിച്ചപ്പോൾ വെള്ളം വീണു, മഴ പെയ്തു. ഈ രഥചക്രങ്ങൾ അങ്ങോട്ട് സീസർ ഇങ്ങോട്ട് വലിയ ശക്തിയോടെ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ 20 വർഷം കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, 20 വർഷം കൊണ്ട് ഞെരുക്കിക്കൊണ്ടിരുന്ന ജനത്തെ തകർക്കുവാൻ രഥങ്ങൾ അങ്ങോട്ട് ചലിപ്പിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ചെളിക്കുണ്ടത്തിക്കിടന്നങ്ങ് കുഴയുക. നീങ്ങത്തില്ലെന്നേ. ദൈവജനത്തെ തൊടാൻ അവിടുന്ന് ചലിക്കുവോ? ഇല്ല. സ്തോത്രം. വിശ്വസിക്കുന്നു? തൊടത്തില്ല മക്കളെ. യേശുവിന്റെ നാമത്തില് രഥചക്രങ്ങൾ കിടന്ന് കുഴയുക. അവിടെ വായിക്കുന്നുണ്ട്, അന്ന് ശൂരവൽഗതത്താൽ കുതിരക്കുളമ്പുകൾ ഘടനം ചെയ്തു. കുതിരയുടെ കുളമ്പുകളെ കുതിച്ചു ചാടി ജനത്തെ തകർക്കാൻ ചെല്ലുന്ന കുളമ്പുകളെ കട്ട് ചെയ്ത് വിട്ടു. ആത്മീയ അർത്ഥത്തിലേക്കൊന്ന് കയറുക. സ്തോത്രം. ദൈവകൃപ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ തകർക്കുവാൻ ഏതൊക്കെ ശക്തികൾ എതിരെ നിന്നാലും പരിശുദ്ധ വ്യക്തമായി പറയുന്നു, കുതിരയുടെ കുളമ്പുകളെ കട്ട് ചെയ്തതുപോലെ ശത്രു നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. സ്തോത്രം ചെയ്യാൻ പറ്റുന്നവര് സ്തോത്രം ചെയ്തോണ്ടിരി. ഒന്ന് അതരം ചലിപ്പിക്കാൻ പറ്റുന്നവരൊന്ന് അതരം ചലിപ്പിച്ചുകൊണ്ടിരി. കർത്താവ് ഇത് എന്നോടുള്ള ദൂതാപ്പ, ഇത് എന്നോടുള്ള ദൂത. ഞെരുക്കുന്ന ശക്തികൾ, ഹൃദയത്തെ ഞെരുക്കുന്ന ശക്തികൾ. അന്നാപ്പിലിപ്പ് വിശ്വാസത്തോടെ ഏറ്റെടുത്തു, ശക്തിയോടെ ഏറ്റെടുക്കുക. പരിശുദ്ധ വ്യക്തമായി പറഞ്ഞു, നിന്റെ കുടുംബത്തിന്റെ അകത്ത് പോലും ചലിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ സ്വർഗം പ്രവർത്തിക്കാൻ പോവുക. ലിജി ജോജി ഏറ്റെടുത്തോ. ശക്തമായി പരിശുദ്ധ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. തന്ന കൃപയെന്തി, തന്ന അഭിഷേകം ഏറ്റെടുത്തു. കർത്താവ് വ്യക്തമായി പറയുന്നു, അകൃപ പ്രാപിച്ച് കയറട്ടെ. ഇവിടെ സ്തോത്രം. കുതിരയുടെ കുളമ്പുകളെ കട്ട് ചെയ്ത് വിട്ടു. കുതിരക്കുളമ്പുകൾ കട്ട് ചെയ്ത് ജനത്തെ തൊടാൻ അനുവദിച്ചില്ലെന്നേ. സ്തോത്രം. ജനത്തെ തൊടാൻ വിട്ടുകൊടുത്തില്ല. ഈ സമയത്താണ് 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുന്നുണ്ട്. യഹോവ സീസരെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും
ബാരാക്കിന്റെ മുൻപിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. അതെ, ബാരാക്ക് എല്ലാത്തിനെയും തോൽപ്പിച്ചുന്നുണ്ട്. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവിടെ വായിക്കുന്നു, സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. അതെ, എന്തു മനസ്സിലാവും? ബാരാക്ക് ആ ദൂത് കേട്ടായിരുന്നെങ്കിൽ ഇപ്പൊ സീസര ആരുടെ കയ്യിലിരുന്നേനെ? ബാരാക്കിന്റെ കയ്യിൽ. ബാരാക്കിനെ ആ ഇസ്രായേൽ മുഴുവനും ബഹുമാനിച്ചേനെ. ആ ബഹുമാനം ആർക്ക് കിട്ടിയേനെ? ബാരാക്കിന് കിട്ടിയേനെ. പക്ഷേ അവിടെ സീസരയെ മാത്രം ബാരാക്കിന്റെ കയ്യിൽ കർത്താവ് കൊടുത്തില്ല. എന്തുകൊണ്ട്? വിശ്വസിക്കാത്തത് കൊണ്ട്. ഓ, എനിക്കോ, ഞാനും, എന്നെ കൊണ്ടോ, സ്തോത്രം, എന്നെ കൊണ്ട് പറ്റുമോ? ഈ ഒരു ചിന്ത, ആ ചിന്ത മാറ്റിയിട്ട് കർത്താവെ എന്നെ ഏൽപ്പിക്കുന്ന, എന്നെ ഏൽപ്പിച്ചു തരുന്നു. എത്ര പേര് ചോദിക്കും? എത്ര പേര് പറയും കർത്താവെ എന്നെ ഒന്ന് ഏൽപ്പിച്ചു തരുന്നു എന്ന്? എത്ര പേര് സംസാരിച്ചു തുടങ്ങും? തകർന്നു പോകുന്ന ഇസ്രായേൽ ജനത്തെ പോലെ എത്രയോ ജനം കൂട്ടം കൂട്ടമായി നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ കർത്താവെ ഒരു ദെബോരയെ പോലെ എന്നെ എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. ചില പൈശാചിക ശക്തികളായ സീസറിയെ തോൽപ്പിച്ചുകൊണ്ട് ജനത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ എന്നെ ഉപയോഗിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ആന്റി ഉണ്ട് അയർലൻഡിൽ. ഞാൻ വർഷങ്ങൾ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വന്തം സഹോദരിയെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ആന്റി ഉണ്ട്, ആനി പോൾ. ഒത്തിരി സന്തോഷമുണ്ട്. ആനി ബാബു പോൾ എന്ന പേര്. ഒത്തിരി ആമേൻ, സ്തോത്രം. ആ ആന്റി എപ്പോഴും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി ആമേൻ. ആ ദൈവജനത്തെ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 24 മണിക്കൂർ കണ്ടിന്യൂ പ്രയർ ഉണ്ട്, സൂം മീറ്റിംഗ് ഉണ്ട്. പലപ്പോഴും ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നീ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അയർലൻഡിൽ ആമേൻ, സ്തോത്രം, നമ്മൾ ചിന്തിക്കും നമ്മള് സ്തോത്രം നമ്മളാക്കിയിരിക്കുന്ന ഒരു തലം. മക്കളെ, നമുക്ക് സഭയോ സംഘടനകളോ, ഞാനും എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷം, 28ാമത്തെ വർഷമാണ് അച്ഛൻ IPC സമാചാരം വിളിക്കുമ്പോഴേ വിവാഹം നടക്കുന്നത്. 28 വർഷം കൊണ്ട് സഭാ ശുശ്രൂഷയിലും അല്ലെങ്കിൽ പൊതു ശുശ്രൂഷയിലൊക്കെ ഞങ്ങൾ ആയിരിക്കുന്നു. പക്ഷേ സഭാ സംഘടനമില്ലാതെ ഒരു വ്യക്തിയെ കണ്ട സുവിശേഷം പറയാൻ കഴിയൂ? ദൈവദാസന്മാർക്ക് ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ ഒരു സഹോദരിയെ കൊണ്ട് പറ്റും. യേശു സ്നേഹിക്കുന്നു. ചെവിയെന്ന് പറഞ്ഞാൽ മതി. കൂടെ നിൽക്കുന്നവർ അടുത്ത് സ്നേഹിച്ച് അവരെ സ്നേഹിച്ച് കഴിയുമ്പോൾ ഒറ്റ വാക്ക് മതി. നമ്മൾ മടിക്കുകയല്ലേ? നമ്മൾ മടിച്ചു പോകുക. പക്ഷേ ഇവിടെ കർത്താവ് വ്യക്തമായി ഈ മീറ്റിംഗിൽ വ്യക്തമായി ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിച്ച് കിട്ടിയ വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവമാക്കിയിരിക്കുന്ന ആ രാജ്യത്ത് കർത്താവേ, ഞാൻ നശിച്ചു പോകുന്ന ജീവനങ്ങളെ നേടിയെടുക്കുവാൻ എനിക്ക് ആ ഒരു കൃപ തരണം. കൃപയുള്ളവരുടെ പുറകെ പോകണ്ടെന്ന് ദൈവം നമുക്ക് കൃപ പകർന്നിരിക്കുക. ആ കൃപ ഒന്ന് ജ്വലിപ്പിച്ചാൽ മതി. ഒറ്റ വ്യക്തിയുണ്ടോ? ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുക. ഒരു വ്യക്തി മുന്നിൽ നിൽക്കാനുണ്ടോ? ഒറ്റ വ്യക്തിയുണ്ടോ മുന്നിൽ നിൽക്കാൻ? മതി. 1000 പുറകിൽ നിൽക്കും. സ്വത്രം പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെയല്ല. കർത്താവ് 6 പേരിൽ ലിസ്റ്റിൽ എന്റെ പേരില്ലെങ്കിലും ഞാൻ മുന്നിൽ നിൽക്കാൻ റെഡി എന്ന് പറഞ്ഞ് 6 മുന്നിൽ നിൽക്കാൻ തയ്യാറാകുന്നു. അവരിലൂടെ 10,000-കണക്കിന് ജനം മുന്നിട്ട് വരുവാണ്. കുറെ പേര് മിരിയാം തപ്പെടുത്തു. മിരിയാം തപ്പെടുത്തപ്പോൾ തപ്പോടും നൃത്തത്തോടും ലക്ഷക്കണക്കിനാ മിരിയാമിന്റെ പുറകെ പോയേ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് മുന്നിൽ നിൽക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ 1000-കണക്കിന് സഹോദരിമാർ നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരുപക്ഷെ ആർക്കും വിഷയം തുറന്നു പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കുന്ന എത്രയോ മരണങ്ങൾ, ആത്മഹത്യ നമ്മൾ അറിയാത്ത സ്തോത്രം. നമ്മളെല്ലാരും അറിഞ്ഞത് ജോളിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതാ ഏറ്റവും കൂടുതൽ അറിഞ്ഞത്, അല്ലേ? നമുക്ക് വേദനയില്ലേ? നമുക്ക് സങ്കടമില്ലേ? നമുക്ക് കഷ്ടതയില്ലേ? ഉണ്ടെന്ന്. പക്ഷെ നമ്മളെ നിർത്തിയത് എന്തുകൊണ്ടാ? യേശുവിന്റെ സ്നേഹമല്ലേ? യേശുവിന്റെ സ്നേഹമാ. ആമേ, കർത്താവിന്റെ സ്നേഹമാ. എന്റെ വാട്സാപ്പ് മെസ്സേജുകളിൽ വരുന്നത് മുഴുവനും അനേക വിധവമാര്
അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവര്, 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വഴിമധ്യത്തിൽ ഇറക്കി വിട്ടവര്. പക്ഷേ അവരെയൊക്കെ ഒരു വാക്ക് മതി, മക്കളെ നീ വിഷമിക്കേണ്ട, യേശുപതി നിന്നെ സ്നേഹിക്കുന്നത്, ഞങ്ങൾ കൂടെ ഉണ്ട് മോനെ എന്ന് പറയാൻ ഒരു വാക്ക് പറയാൻ പറ്റൂ. ഒറ്റ വാക്ക് മതി എന്നേ, ഒരു വാക്ക് മതി. ഷൈനി തന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിന്നപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഷൈനിയുടെ 2 കുഞ്ഞുങ്ങളും ചേർത്ത് പിടിച്ചപ്പോൾ ഒരമ്മയോ ഒരിക്കലും ഒരു പെറ്റമ്മ കുഞ്ഞുങ്ങളെ തകർക്കത്തില്ല, കൊല്ലത്തില്ല. പക്ഷെ ഷൈനിച്ചി മരിച്ചാലും എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിട്ട് പോകുന്നത് എന്തുകൊണ്ടാ? ലോകത്തിൽ സ്നേഹിപ്പാൻ, എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ സ്വന്തം പിതാവോ സ്വന്തം ഷൈനിയുടെ മാതാപിതാക്കളോ രക്തബന്ധങ്ങളോ ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എങ്കിലും മാറ്റി നിർത്തിയത്. പക്ഷെ സ്വത്രം നമ്മൾ ഈ ഭാരം ഏറ്റെടുക്കണം മക്കളെ. നമ്മുടെ ചുറ്റുപാടുള്ള അനേക കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, അനേകം കൂട്ടമായി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് മതി, ഒറ്റ വാക്ക് മതി. ഭാരപ്പെടണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് മതി. സ്തോത്രം. എത്ര പേര് ഏറ്റെടുക്കുന്നു കർത്താവേ? ഇന്ന് ഒരു മെസ്സേജ്, ഒരു പക്ഷെ ഇന്നത്തെ കാലം ലോകം എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ആ ഒരു വാക്കിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിവതും വാട്സപ്പ് മെസ്സേജുകൾ കേട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പരമാവധി ഞാൻ കാണുന്നതിന്റെ എല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം സ്വത്രം ഒരു പക്ഷേ അത് കാണാതെ പോയല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ച കർത്താവ് ഞാൻ അതിനകത്ത് ഉത്തരവാദിയാവും. അതുകൊണ്ട് ദൈവസ്ഥം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ സമർപ്പിക്കുന്നു അപ്പ, എന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ കഴിവ്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ യോഗ്യതകൾ ഒന്നും വേണ്ട കർത്താവിന്. അമ്മേ സ്തോത്രം. കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര തയ്യാറാണ് നോക്കിക്കേ. ആമേ സീസര രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ സീസര രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. താഴെ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ, പ്രവാചിയായ ഒരു ദെബോരയുടെ മുൻപിൽ, അഭിഷേകമുള്ള ഒരു ദൈവത്തിന്റെ മുൻപിൽ സീസറെ താഴെ ഇറക്കി. അതാ ഇറക്കും. സ്തോത്രം. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. എത്ര സാക്ഷിനകത്ത് പറയാൻ കാണും നിങ്ങൾക്കെല്ലാം. നിങ്ങളെ അധികമായി വേദനിപ്പിച്ചവരൊക്കെ കരഞ്ഞതും പ്രാർത്ഥിച്ച് വില കൊടുത്ത് നിലവിളിച്ച് ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ആയിരക്കണക്കിന് പറയാൻ കാണും, അല്ലേ? സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, നമുക്കും പറയാനുണ്ട് മക്കളെ. സ്തോത്രം. ഇന്നലകളിൽ തകർത്ത് കളയുമെന്നും നമ്മളെ ദേശത്തൊന്ന് പറിച്ചു മാറ്റുമെന്നും ഒക്കെ നോക്കി നിന്ന വ്യക്തികളുടെ നടുവിൽ കരഞ്ഞും പ്രാർത്ഥിച്ചു ഉപവസിച്ചു വില കൊടുത്തു നിന്നും ഒരുപക്ഷെ ഉടനെ മറുപടി കിട്ടണമെന്ന് വരില്ല. 20 വർഷം കരഞ്ഞു, 20 വർഷം കരഞ്ഞു. അപ്പൊ സീസറ ഇറങ്ങി കാൽനടയായി പോയി. ഇനി വേഗത്തിലൊന്ന് പോകാം. കർത്താവ് വ്യക്തമായിട്ട് പറയാം കേട്ടോ. സ്തോത്രം. ചില വിഷയത്തിന്റെ മറുപടിയുടെ സമയങ്ങളായിക്കൊണ്ടിരിക്കുക. 20 വർഷമായാലും 20 മാസം ആയിക്കോട്ടെ, 20 ദിവസമാകട്ടെ, വിഷയത്തിന്റെ മറുപടിയുടെ സമയമായി. എന്നാൽ സീസറ 17-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. എന്നാൽ സീസറ കാൽനടയായി ഗേവേരിന്റെ ഭാര്യയായ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഈ ഹേബേരിന്റെ ഗ്രഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു. എന്ന് വെച്ചാ യായേൽ ആരാന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. കൂടാരത്തിനകത്തിരിക്കുന്ന ഒരു സ്ത്രീ. അവക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ പലരും പല തലത്തിലെ കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു പക്ഷെ നമുക്ക് പുറത്തൊന്നും പോയി പറ്റത്തില്ല. നമുക്ക് റൂമിനകത്തിരുന്ന് കരയാൻ പറ്റും. ചിലർക്ക് ഓടി നമ്മൾ പ്രവർത്തിക്കാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും, ശുശ്രൂഷിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പല മേഖലകളിൽ ആ കർത്താവ് ഉപയോഗിക്കുന്നു. യായേലിനെ സംബന്ധിച്ച് യായേലിന്റെ പേര് അധികം ഒന്നുമില്ല. പക്ഷേ യായേലിന്റെ ഭർത്താവാണ് ഹേബേര്. ഈ ഹേബേരുണ്ടല്ലോ ദുഷ്ടരാജാവായ യാബീന്റെ കൂട്ടുകാരന്. അപ്പൊ യാബീന്റെ കൂട്ടുകാരൻ, യാബീന്റെ സേനാപതിയ സീസര. അപ്പൊ ഈ സീസരയും ഈ യാബീനും ഇവരെല്ലാം എവിടെ വരാറുണ്ട്? യായേലിന്റെ കൂടാരത്തിൽ വരാറുണ്ട്. അതുകൊണ്ടല്ലേ സീസര ഓടിച്ചെന്ന് അവിടെ അത്രയും ഇവരുണ്ടായിട്ടും കാൽനടയായി ഓടി എങ്ങോട്ടാ പോയേ? ഈ യായേലിന്റെ കൂടാരത്തിലോട്ടാ പോയെ. കാരണം യായേൽ അഭിസൽക്കാരം ചെയ്യുന്നവളാ. അവര് വരുമ്പോഴല്ലേ ഇവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കൂന്നേ, അല്ലേ? ഉണ്ടാക്കി കൊടുക്കും. ഇവര് 3 പേരുടെയും കൂടെ ഗൂഢാലോചന എന്താ?
സീസറയുടെയും യാബീന്റെയും ഹേബേരിന്റെ ഒക്കെ ഗൂഢാലോചന എന്താ? ഈ ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ എങ്ങനെ തകർക്കണം, എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ ഉടയ്ക്കണം, എങ്ങനെ സ്തോത്രം. ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, തലമുറയോടെ ഇപ്പൊ നോട്ടം. നമ്മൾ വാർത്തകൾ കേട്ടോണ്ടിരിക്കുകയല്ലേ? നമ്മൾ വാർത്തകൾ കേട്ടോണ്ടിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അപ്പൻ പറയുന്ന വാക്ക് ഞാൻ കേട്ടു. സ്വന്തം മകൻ പൈസ വാങ്ങിയിട്ട് പോയി. എന്തിനാ മോനെ? പപ്പായ്ക്ക് അറിയില്ലേ, ഞാൻ പൈസ ഒന്നും നശിപ്പിക്കത്തില്ല, എനിക്ക് അത്യാവശ്യമാ എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയ മകൻ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ അമ്മയുടെ അലർച്ച കേട്ട് എഴുന്നേറ്റപ്പോ അപ്പൻ കണ്ട കാഴ്ച, മകൻ ജീവനില്ലാത്തവനെ പോലെ കിടക്കുക. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവരുടെ ടെസ്റ്റിംഗ് തെളിഞ്ഞു ഇവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുക. മയക്കുമരുന്നിന്. അപ്പൻ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ കരുതി എന്റെ വീട്ടിൽ ഇത് സംഭവിക്കത്തില്ല, എന്റെ നാട്ടിൽ ഇതില്ലത് വേറെ എവിടേക്കോ സംഭവിക്കുന്നതെന്ന്. അല്ല മക്കളെ, കാലം മാറിപ്പോയി. എവിടെയും ഏത് സമയത്തും ഏത് കുടുംബത്തിലും പിശാച് കാർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ തലമുറകളെ നമുക്ക് ഒരു പരിധി വരെ സൂക്ഷിക്കാൻ പറ്റത്തോളൂ. ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല. എവിടെയിട്ടും പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന ഈ പൈശാചിക ലോകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ എഴുന്നേൽക്കട്ടെ ദൈവകൃപയോടെ. സ്തോത്രം. നമ്മുടെ യൗവനക്കാർ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കട്ടെ. സ്തോത്രം. അതിനകത്ത് നമ്മൾ വേണം കരയാൻ. നമ്മൾ വേണം കരയാൻ. അന്ന കരഞ്ഞത് എന്തിനാ? എന്തിനാ കരഞ്ഞേ? എന്റെ നിന്ന മാറാൻ, എന്റെ കളിയാക്കൽ മാറാൻ, പെരിങ്ങളുടെ കുത്തുവാക്ക് മാറാൻ, എനിക്കൊരു ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ താന്നു പറഞ്ഞല്ല പറഞ്ഞേ. അങ്ങനെയല്ല കരഞ്ഞ്. ആലയത്തിനകത്ത് യഹോവയ്ക്ക് തരാൻ ദൈവശബ്ദം കേൾക്കുന്ന ദൈവകൃപയുള്ള ഒരു മകനെ എനിക്ക് വേണം. എന്തുകൊണ്ട്? പുരോഹിതന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. അനേകരുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു, വെളിപ്പാട് നഷ്ടപ്പെട്ടു. സ്തോത്രം. കാഴ്ച മങ്ങി തുടങ്ങി. വചനം എല്ലാ ആലയത്തിനകത്ത് എല്ലാ പാരമ്പര്യ ചടങ്ങായി മാറി. യൗവനക്കാർ തെറ്റിപ്പോകുമല്ലേ? അതെ, സ്തോത്രം. തെറ്റിപ്പോകുക. കുഞ്ഞുങ്ങൾക്ക് പ്രാപിക്കാനോ അവർക്ക് ഒരു അഭിഷേകത്തിൽ നടത്തി കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ കുറച്ചു പേര് മതി മക്കളെ. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നമ്മൾ മുമ്പേ ആരാധിക്കും. നമ്മൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് പോകണമെങ്കിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കണം. നമ്മൾ വെറുതെ ഒരു പാട്ട് പാടി ഒന്ന് പ്രസംഗിച്ച് അല്ലെങ്കിൽ മെസ്സേജ് കേട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞ് പോകുന്നവരായിട്ടല്ല നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. നമ്മൾ കൃപയേറ്റെടുക്കും. പുത്തൻ അഭിഷേകമായിട്ടെടുക്കും. സ്തോത്രം. ആ ശക്തി പ്രാപിക്കും. ഇന്ന് അന്യഭാഷ പൊതുവെ പറയാൻ പറ്റാത്തൊരു കാലമാണ് അറിയില്ലേ? പണ്ടത്തെ പിതാക്കന്മാർ മണിക്കൂറുകൾ കരഞ്ഞും വില കൊടുത്തും വിശുദ്ധാത്മാവ് അധികാരത്തോടെ വ്യക്തമായി സംസാരിക്കുക. എനിക്കറിയില്ല കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മ വ്യക്തമായി ഇടപെടുന്നുണ്ട്. എത്ര പേരെ ഏറ്റെടുക്കുന്നുണ്ട്. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, ഇന്നലകൾ കഴിഞ്ഞുപോയി. ഇന്നത്തെ ദിവസം എനിക്കുള്ളതാ. ഇത് എന്നോട് തന്നെ കർത്താവ് സംസാരിക്കുന്നു. ഇത് എന്നോട് തന്നെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. നമ്മൾക്ക് ഈ തലമുറയോടെ നടന്നു നീങ്ങാൻ എനിക്കൊരു അഭിഷേകം വേണം. ഈ കുഞ്ഞുങ്ങളോടൊപ്പം നടന്നു കയറാൻ എനിക്ക് അഭിഷേകം വേണം. എത്ര പേര് ചോദിച്ചു വിടുന്നു, ആ കൃപ എന്റെ മേൽ വെളിപ്പെടണമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാളെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നാളെ നമുക്ക് ഈ സ്തോത്രം സമയം നമുക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥിക്കാൻ തരുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ യായേലിന്റെ കൂടാരത്തിലേക്ക് സീസറെ ഓടി വന്ന്, ഞാൻ പറയട്ടെ, സീസറെ ഓടി വന്നിട്ട് എനിക്ക് സമയമാകുമ്പോ എനിക്കൊരു സമയം വരും. ഒരു 5 മിനിറ്റിന് മുമ്പ് ഒരു ഒറ്റ മെസ്സേജ് ഇട്ടേക്കണേ, ഇനി 5 മിനിറ്റും കൂടെ ഉള്ളെന്ന്. കാരണം ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ്, ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി റൂട്ട് മാറിപ്പോകുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒറ്റ കാര്യം, കർത്താവെ, എന്നെ, എന്റെ കുടുംബത്തെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരയുന്നവരായി തീരണം. സഹോദരിമാരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചിരിക്കുക. ഈ അയർലൻഡ് റീജിയന്റെ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. ഞാൻ ഒറ്റ ദൂത് പറയാം. ഈ മീറ്റിംഗ് കൊണ്ട് ഒരു മീറ്റിംഗ് ഞാൻ നടത്തി എന്ന് റിപ്പോർട്ട് വായിച്ചു വിടുന്ന ഒരു അനുഭവമല്ല. എത്രത്തോളം ഒരാളെ ഉള്ളോ 2 പേരെ ഉള്ളോ, പ്രാർത്ഥനയിൽ മുന്നേറിക്കോണം. നിങ്ങൾ ഗ്രൂപ്പായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ.
നമ്മുടെ രക്തത്തിന് രക്തം, നമ്മുടെ മാംസത്തിന് മാംസം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ദേശങ്ങളില്, നോർത്ത് ഇന്ത്യകളിലൊക്കെ നമ്മൾ ഈ കേൾക്കുന്ന വാർത്ത മാത്രം കേട്ടാ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യ പോയപ്പോ ആരാലും അറിയപ്പെടാതെ പാസ്റ്റേഴ്സിന്റെ ഒരു മോളെ പിടിച്ചുകൊണ്ടുപോയി നഗ്നയാക്കി അവളെ തകർത്തെറിഞ്ഞു വിട്ട് ആ മാതാപിതാക്കൾക്ക് പുറത്തു പറയാൻ പറ്റാതെ അമ്മ മാനസിക രോഗിയായി മാറിയ അനുഭവം. നമുക്കിതൊക്കെ നമ്മൾ നല്ല പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ ഞങ്ങളായി സൂക്ഷിക്കണം. നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വീട്ടിനകത്തു കൂടാരത്തിനകത്തു പ്രാർത്ഥിക്കുന്നവളാ. അവള് വരുന്നവർക്കെല്ലാം അതിഥി സൽക്കാരം ചെയ്യും. സ്വന്തം ഭർത്താവിനോട് പ്രതികരിക്കാൻ നമുക്ക് സഹിച്ചില്ല. അങ്ങനെയല്ലേ? ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഭർത്താവായിരിക്കാം, നമ്മളെ അംഗീകരിക്കുന്ന ഭർത്താവായിരിക്കാം, നമുക്കെല്ലാം തുറന്നു പറയുന്ന ഭർത്താവായിരിക്കാം നമ്മുടെ കൂടെ. എന്റെ കൂടെ അങ്ങനെയാ. പക്ഷെ ചിലർക്ക് പറയാൻ കഴിയും, ഞാൻ എന്റെ ഒരു വാക്കൊന്നും എന്റെ ഭർത്താവ് കേൾക്കുന്നില്ല, എന്നെ ഒന്നും അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ പുറമെ നോക്കുന്ന പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാ തലത്തിലും അനുഗ്രഹമായിരിക്കാം. പക്ഷെ കുടുംബത്തിനകത്ത് വേദനിക്കുന്നവരില്ലേ? ആമേൻ, ഉണ്ട്. ഒന്ന് ഓപ്പണായിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഒന്ന് സ്നേഹിക്കാൻ, ഒരു സുഖമില്ലാതെ വരുമ്പോ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. വീട്ടിനകത്ത് എന്നും ഒതുങ്ങിപ്പോകുന്ന അനുഭവമാണ്. അതെ, അപ്പം ഇവളും അതേപോലെ ആയാൽ, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ആത്മഭാരമുണ്ട്. എന്താണെന്നറിയാമോ? ഇവര് 3 പേരും വന്നിട്ട് എന്താ പറയുന്നത്? ഈ ദൈവത്തിന്റെ ജനത്തെ തകർക്കാനുള്ള പദ്ധതികളാണ് ഇവരുടെ പ്ലാനിങ്, ഗൂഢാലോചന. ഗൂഢാലോചന എങ്ങനെ തകർക്കണം, എങ്ങനെ നശിപ്പിക്കണം, ഇത് ആര് കേട്ടോണ്ടിരിക്കുക? യായേൽ കേട്ടോണ്ടിരിക്കുക. പക്ഷേ ഇവര് വന്ന് കഴിച്ചു കുടിച്ചു പോകുമ്പോഴും യായേലിന്റെ ഒറ്റ പ്രാർത്ഥനയുണ്ട്, ഞാൻ കരയുന്ന ഈ സീസറെ, ഈ 900 ഇരുമ്പിനുള്ള ദാർഢ്യമുള്ള ഉന്നതനായ, ആരുടെ മുന്നിലും കീഴ്പ്പെടുത്താത്ത, ആരുടെ മുന്നിൽ തകരാത്ത ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്തോത്രം. ശത്രു നിന്റെ പാദപീഠമാകണം, നീ എന്റെ വലതുഭാഗത്തിരിക്കുക. എത്ര നാൾ കരയാമോ അത്ര നാൾ കരയണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച യായേലിന്റെ കൂടാരത്തിലേക്ക് ഇവിടെ വായിക്കുന്നത് സീസറ പറയുകയാണല്ലോ, സോറി, യായേല് പറയുക, കേറി വാ. വെളിപ്പാടുള്ളവർക്ക് തിരിച്ചു മനസ്സിലായി ഇന്നലെ വരെ എന്റെ ഈ കൂടാരത്തിൽ വന്നതുപോലല്ല ഇന്ന് വരുന്നേ. 20 വർഷം കൊണ്ട് ഞാൻ കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടിയാ. 20 വർഷമായിട്ട് എന്റെ കുടുംബത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയാത്ത തകർന്നിരിക്കുന്ന വിഷയത്തിന്റെ മറുപടിയാ. സീസറെ, നീ എന്റെ കൂടാരത്തിന്റെ മുമ്പിൽ വന്നേ. കേറാൻ അല്പം പേടിയാ. നിങ്ങൾ പിന്നെ വായിക്കണമല്ലോ കേട്ടോ, വായിച്ചാ മതി. ഈ സീസറയ്ക്ക് കൂടാരത്തിലോട്ട് കേറാൻ പേടിയാ. ഇന്നലെ വരെ ചാടി കയറിയില്ലേ? കേറി. പക്ഷെ ഇന്ന് കേറാൻ പേടിയാ. എന്തുകൊണ്ടാ പേടി? ഞാൻ വന്നത് എല്ലാം പരാജയപ്പെട്ടു, രഥം ഒന്നുമില്ല, വേറെ ശൂന്യമായിട്ട് വന്നു. അഹങ്കാരിയും ദാഷ്ടിക്കാരനുമായ ദൈവജനത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന സീസറെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന, ഏതുമില്ലാത്ത കൂടാരത്തിനകത്ത് ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്ന യായേലിന്റെ മുമ്പിൽ വന്നു. യായേല് പറഞ്ഞു, കേറുക. സീസറെ ഒന്ന് പേടിച്ചു. അപ്പൊ പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ കേറുക. നീ എന്തിനാ നീ ഭയപ്പെടുന്നത്? അധികാരത്തോടെ പറഞ്ഞു, കേറുക. കയറി ചെന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. പേടിച്ചു, വിറച്ച്, തണുത്ത്, മഴ നനഞ്ഞില്ലേ വരുന്നേ? അതെ. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ എന്താ കൊണ്ട് കൊടുത്തേ? ഒരു ഗ്ലാസ് പാല്. അതിഥി സൽക്കാരപ്രിയ. അവൾ അതിഥി സൽക്കാരമുള്ളത്, ആരെ വന്നാലും സ്നേഹിക്കുന്നവൾ. അപ്പൊ കൊടുത്തിട്ട് അവിടെ കിടന്നു. ഇവളൊരു പരവതാനിയൊക്കെ എടുത്ത് പുതപ്പിച്ചു. തണുത്തല്ലേ വന്നേ? സീസറ കരുതി എന്നോടെന്നാ സ്നേഹം. ഒരു കാര്യം പറയട്ടെ, അവള് പരിജ്ഞാനത്തോടെ, ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയ വേറെ വിഷയങ്ങളിൽ കയറും. അവൾ പരിജ്ഞാനത്തോടും വിവേകത്തോടും അവൻ ഇടപെട്ടു, അല്ലേ? പെട്ടെന്ന് സീസറെ കണ്ടപ്പോ പേടിച്ചു പറന്ന് അവന്റെ മുമ്പിൽ വെച്ച് പറയാം, നിന്നെ ഇപ്പൊ ഇവിടെ ദൈവം കൊണ്ടുവന്നതാ, നിന്റെ അവസാനം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവൻ അവിടുന്ന് ഓടിയേനെ. സ്വതന്ത്ര. അതാണ് ദൈവം. പ്രത്യേകിച്ച് സഹോദരിമാരെ, നമുക്ക് ദൈവം തന്ന ചില സമയത്ത് നമ്മൾ മൗനമായിട്ടിരിക്കണം. ചില സമയത്ത് പ്രതികരിക്കുകയും പ്രതികരിച്ച അങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ നമ്മൾ മിണ്ടാതിരിക്കുന്നത്? ഒരു പക്ഷെ നമ്മളെ കുറിച്ച് പലരും പറയുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? നമുക്ക് കൃപയില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ആണോ? അല്ല, നമ്മുടെ മേൽ പകർന്ന അഭിഷേകമാണ്. അടുത്ത ദൗത്യം എന്നോട് ചെയ്തെടുക്കാനുണ്ടെന്നേ.
അത് ചിന്തിക്കണം. ആമേൻ. ആത്മീയ നേതൃത്വ നിരയിൽ നിൽക്കുന്നവർക്കെതിരെ മത്സരങ്ങൾ വരത്തില്ലേ? വരും. അപ്പോഴും മിണ്ടരുത്. മൗനമായിട്ടിരിക്കണം. പരിജ്ഞാനത്തോടെ സംസാരിക്കണം. വിവേകത്തോടെ ഇടപെടണം. യായേൽ അങ്ങനെ ചെയ്ത് വിവേകത്തോടെ പറഞ്ഞ് കേറി വന്നു, പാല് കൊടുത്തു. മരവധാനി കൊണ്ടൊക്കെ മൂടി അവിടെ കിടക്കുമ്പോ സീസർ ഒരു കാര്യം പറഞ്ഞു യായേലിനോട്, യായേലേ, എന്നെ തിരക്കി ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആ കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കണം. നിന്നിട്ട് പറയണം, ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു വിട്ടേക്കണം. യായേൽ എന്ത് കാര്യം? ഈ വചനം ഒന്ന് ഗ്രഹിക്കണമേ. ഒത്തിരി ആഴങ്ങളിലേക്ക് കയറാൻ പറ്റുന്നില്ല, എങ്കിലും ഒന്ന് ഗ്രഹിക്കണം. യായേലിന്റെ മനസ്സിൽ എന്ത് ചിന്തിച്ചു കാണും? യായേൽ ചിന്തിച്ചു കാണും, എടാ മോനെ, ഞാൻ പറയാം, പക്ഷേ എന്റെ കരം കൊണ്ട് നിന്റെ അവസാനം, ഇവിടം കൊണ്ട് നിന്റെ അവസാനമാ. നാളുകൾ കൊണ്ട് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി ഇന്നുകൊണ്ട് തകരുക. ജ്ഞാനമുള്ള ഒരു സ്ത്രീ ഉണ്ടോ? ഒരു വിഷയം ഒന്ന് കേറ്റി പറയും ഇതിനകത്ത്. സ്തോത്രം. 2 ശമൂവേൽ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കണം. 2 ശമൂവേൽ 20-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഉണ്ട് ബിക്രിയുടെ മകനായ ശേബ പട്ടണത്തിനകത്ത് കയറി അഭിഷക്തന്മാരെ തകർക്കാൻ, ദാവീദിനെ തകർക്കാൻ ചെന്നൊരു ശേബയുണ്ട്. ആ ശേബയെ തകർത്തത് ഒരു സ്ത്രീയാ. ആരാ? ജ്ഞാനമുള്ളവൾ എന്നേ അവിടെ പേരുള്ളൂ. ജ്ഞാനമുള്ള സ്ത്രീ എഴുന്നേറ്റ് ഇതൊക്കെ വായിക്കണം. വായിച്ചിട്ട് പഴയ നിയമമാ, പക്ഷെ അതിന്റെ പൊരുളുകളിലേക്കൊന്ന് കയറണം. ജ്ഞാനമുള്ള സ്ത്രീ പട്ടണത്തിനകത്താ, പക്ഷെ അവളുടെ മതില് പൊളിച്ചാൽ അവൾക്കറിയാം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവബദൽ ദേശത്തുണ്ടെങ്കിൽ അനർത്ഥങ്ങളെ ഏതൊക്കെ തലത്തില് കരുതലിന്റെ, സ്നേഹത്തിന്റെ, സംരക്ഷണത്തിന്റെ, ഐക്യതയുടെ മതില് പൊളിക്കാൻ വരുന്ന ചില ദുഷ്ടശക്തികളെ തകർക്കുന്ന അഭിഷേകത്തോടെ എഴുന്നേൽക്കണം. യേശുവിന്റെ നാമത്തില് ഇന്ന് ദൈവസഭയിൽ ഐക്യതയെടുത്തുക. ആരാധന നശിപ്പിക്കുക. ഇന്ന് ആരാധന ഇല്ല. എല്ലാ ചടങ്ങുകളും മാറ്റി ദൈവകൃപ വെളിപ്പെടാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ, ഐക്യത വെളിപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ എന്ത് ചെയ്തു? ചെന്ന് കൂടാരത്തിന്റെ കുറ്റി ഇഞ്ഞു പറിച്ചു. യായേൽ അങ്ങോട്ട് ചെന്ന് കൂടാരത്തിന്റെ കുറ്റി പറിച്ചു, ചുറ്റികയും കയ്യിലെടുത്തു. കൂടാരത്തിന്റെ കുറ്റി ചുറ്റികയും കയ്യിലെടുത്തു. സീസറയുടെ ചെന്നിക്കടിച്ച് താഴെ ഇട്ടു. ഉന്നം അറിയാം, പ്രാർത്ഥിക്കുന്നവർക്ക് ഉന്നം അറിയാം. പ്രാർത്ഥന എന്ന കുറ്റി, വചനം എന്ന ചുറ്റിക. എന്ത് വിഷയം വന്നാലും, എത്ര പ്രതികൂലം വന്നാലും, എത്ര ശക്തന്മാർ വന്നാലും, സ്തോത്രം, ഒരു പക്ഷെ അപ്പൻ വീട്ടുകാർ, അമ്മ വീട്ടുകാർ, കൂട്ടുകുടുംബക്കാർ പലരും ഏതൊക്കെ തലങ്ങളിൽ ക്ഷീണിപ്പിക്കാൻ നോക്കിയാലും, ചില വ്യക്തികളോട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ദൈവാത്മ വ്യക്തമായി നിന്നെ ആ ദേശത്ത് നിർത്തത്തില്ലെന്ന് പറഞ്ഞ് ഒന്ന് മാറി വേദന കൊണ്ടിട്ട് നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ശക്തി ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? ദേശത്ത് വന്ന് കർത്താവെ, നീയല്ലേ എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന്, എനിക്ക് പറ്റുന്നില്ല നിൽക്കാൻ. ശേബ പിന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. മോനെ, കർത്താവ് വ്യക്തമായി പറയുന്നു, ഉടമല, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു വാക്തത്വമുണ്ട്. നീ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ദൈവപ്രവൃത്തിന്റെ മേൽ വെളിപ്പെടുക. ശക്തമായി ഏറ്റെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഉടമല റിഗനെ അടക്കം ജരാ ലഗച്ചി അസ്തന റിഗാരഗട യേശുവിന്റെ നാമത്തിൽ ദൈവ കൃപ ഏറ്റെടുക്കട്ടെ. ഷെറിൻ ജോൺസൺ, കർത്താവ് തന്ന കൃപ. മക്കളെ, നിന്നോട് കാലങ്ങൾക്ക് മുമ്പ് ദേവദാസൻ പറഞ്ഞ ദൂത, നീ ദൈവവേലക്കുള്ളവൾ, നീ ദൈവവേല ചെയ്യുമെന്നും ദൈവകൃപ നിൽക്കുമെന്ന്. പക്ഷേ അതനുസരിച്ച് കയറി വരാൻ പറ്റുന്നുണ്ടോ? ദൈവാത്മാവ് ഷെറിനോട് പറയുന്നു, ശക്തമായ ദൂത് പിടിച്ചു പറയുന്നു, ആരും അറിയാതെ ഉള്ളവരിൽ കരയാൻ വേണ്ടി മാത്രം ഇരിക്കുക. പക്ഷെ നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. യെസ്, ഹല്ലേലൂയ. കൂടാരത്തിന്റെ കുറ്റി പറിച്ച് ചുറ്റിക്കെടുത്ത് സീസറുടെ ചെന്നിക്കടിച്ച് താഴെ ഇട്ടു. താഴെ കിടക്കുക. യായേലിന്റെ കാലത്തിൽ കിടക്കുക. കാലങ്ങളിൽ 20 വർഷം കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ കുടുംബത്തിൽ, കൂടാരത്തിൽ, വേറെ എങ്ങും പോകത്തില്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി നമ്മുടെ വീട്ടിൽ തന്നെ വരും. നമ്മൾ ഏത് വിഷയം അല്ലേ ബ്ലെസ്സി, സൂസൻ, ജോഷുവ അല്ലേ? ഒത്തിരി പ്രാർത്ഥിച്ച അത്ഭുതം കണ്ടേയല്ലേ? അതെ, എത്ര സാക്ഷ്യം പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ ക്ഷീണിക്കല്ലേ മനസ്സ്? പ്രാർത്ഥിച്ചേറ്റെടുക്കുക. കർത്താവിന് വേണം. ഹല്ലേലൂയ. കർത്താവിന് ആയിരങ്ങൾക്ക് നിന്നെ സാക്ഷിയാക്കി നിർത്താൻ കർത്താവ് നിന്നെ ഉപയോഗിക്കും, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇവിടെ സീസറെ ഇപ്പൊ
യായേലിന്റെ കാൽ ആമേൻ അവളുടെ ഇല്ലേ പറഞ്ഞ ആമേൻ ശത്രു നിന്റെ പാതപീഠമാകോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. അവള് ഇത്രയും വർഷം ഇന്ന് കരഞ്ഞു. ഒറ്റ കാര്യം, ദെബോരയും ബാരാക്കും ഓടി വരിക. നോക്കിയോണേ, ദെബോരയും ബാരാക്കും ഓടി വരിക. ആമേൻ. സീസറെ തിരക്കിയ വരുന്നു. ഇവര് വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാവോ? ഇവരിങ്ങനെ ഓടി വരുമ്പോ കണ്ട കാഴ്ചയാണ് യായേൽ എന്ന സ്ത്രീയുടെ കാൽക്കൽ ആര് കിടക്കുന്ന? സീസറാ തകർന്നു കിടക്കുക. ഇനി അവൻ എണ്ണീക്കത്തില്ല, ഇനി ചലിക്കത്തില്ല. കിടക്കുമ്പോൾ ദെബോര പാടിയ പാട്ടെന്താ? എന്താ? ഞാനാണെങ്കിൽ പാടിയനെ, ബാരാക്കിനോട് പറഞ്ഞനെ, ബാരാക്കേ ഞാൻ പറഞ്ഞ ദൂത് അല്ലേ? ഞാൻ, നമ്മളവിടെ അങ്ങനല്ലേ പറയുന്നേ? ഞാൻ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടു, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രവചിച്ചു ദൂത്, അങ്ങനെ പറയൂ. ദെബോരയ്ക്ക് പറയാൻ ഞാൻ പറഞ്ഞില്ലേ സീസറാ ഒരു സ്ത്രീയുടെ കയ്യാർ തകരുമെന്ന്, കൊല്ലപ്പെടുമെന്ന്, അതാ ആ ദൂതായത് എന്ന് പറഞ്ഞേനെ എന്ന് പറയും. പക്ഷേ ദെബോര എന്താ പറഞ്ഞ? അതാണ് നമ്മളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠർ. ഓരോരുത്തർക്കും ദൈവം ഓരോ കൃപ. സഹോദരിമാരെ, നമ്മൾക്കെല്ലാവർക്കും വ്യത്യസ്തപരമായ കൃപകളാണ് ദൈവം തന്നിരിക്കുന്നത്. അവരെല്ലാം കൂടെ കൂട്ട് ഐക്യം ഒരുമിച്ച് ചേരുമ്പോഴാണ് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സ്വത്രം. ഇവിടെ 24-ാം വാക്യം നമ്മൾ വായിച്ചു. അവൾ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചു. ദെബോര പാടുക, ദെബോര പറയുക, അവൾ ആരാ? ഇവൾ ആമേൻ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. ഒറ്റ ദിവസം കൊണ്ട് അവൾ ഇസ്രായേലിൽ പ്രസിദ്ധയായി. ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു യോദ്ധാവ് ചെയ്യേണ്ട ദൗത്യം അവൾ ചെയ്തെടുത്തു. ആര്? യായേൽ. ഈ യായേലും യേശുവിന്റെ അമ്മ മറിയം കൂടെ തമ്മിൽ ഭയങ്കര ബന്ധമാണ് അല്ലേ? നശിച്ചു പോകുന്ന ദൈവജനത്തിനു വേണ്ടി മറിയെ സമർപ്പിച്ചു കൊടുത്തു. മറിയിലൂടാണ് ലോകരക്ഷിതാവ് വന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറിക്രൂശ് യാഗമായ ക്രിസ്തു ആയതുപോലൊരു യായേൽ വില കൊടുത്തില്ലേ? അവൾ വില കൊടുത്തത് കൊണ്ടല്ലേ ആമേൻ നശിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ചില്ലേ? എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നു? എത്ര പേര് ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ! യേശുവിന്റെ നാമത്തിൽ നശിച്ചു കൊണ്ടിരുന്ന ഈ ജനത്തിന് വേണ്ടി ആരും അറിയപ്പെടാൻ കിടന്ന ഒരു യായേൽ എന്ന സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഏറ്റെടുത്തു മക്കളെ. കരങ്ങൾ അടിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കരങ്ങൾ അടിച്ച്, അതരങ്ങൾ ചലിപ്പിക്കാൻ പറ്റുന്നവരൊന്ന് സ്തുതിച്ച്, എനിക്ക് ആരാധിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടാതെ ആമെ സ്തോത്രം ഏറ്റെടുത്തോ, ശക്തമായി ഏറ്റെടുത്തോ, ആരാധിച്ചു തുടങ്ങിക്കോ. ആമെ വ്യക്തമായി ദൈവസാന്നിധ്യം ഇറങ്ങുക. നമ്മൾ ഇരിക്കുന്ന റൂമിനകത്ത് അസാധാരണ ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ കൃപ ഏറ്റെടുക്കട്ടെ. ചൂടാവാന അറികന കർത്താവേ, ഇവിടെ അത്ഭുതത്തിന്റെ ശക്തി ഇറങ്ങണം. യേശുവിന്റെ കരം തൊടണമേ. എല്ലാരെയും ഒന്നും വേണ്ട മക്കളെ. ചിലരെ കർത്താവ് വേർതിരിക്കാൻ പോവുക, ചിലരുടെ മേലെ ഒരു അഭിഷേകം വെളിപ്പെടാൻ പോവുക. ശക്തിയോടെ ഏറ്റെടുക്കട്ടെ. ഗ്രീനു ഏറ്റെടുക്കണം. ഏറ്റെടുക്ക. കർത്താവിന്റെ കൃപ ഏറ്റെടുക്ക. ശക്തമായി ഏറ്റെടുക്ക. സേവ ഏറ്റെടുക്കുമ്പോഴേ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കട്ടെ. അഞ്ചു ഏറ്റെടുത്തോ, ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ, ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ, ദൈവിക സ്പർശനം വെളിപ്പെടട്ടെ, കർത്താവിന്റെ കരം തൊടട്ടെ. യേശുവിനെ സൗഖ്യമാക്കുന്ന അവസ്ഥമാ, യേശുവിനെ തൊടുന്ന അവസ്ഥമാ, നിന്റെ ശരീരത്തിനകത്ത് വിടുന്ന അവസ്ഥമാ, ആന്തരിക സൗഖ്യമാകുന്ന അവസ്ഥമാ. നിർത്താൻ പോവാ. ദെബോര പാടി, യായേലേ നീ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൻ, നീ കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൻ. ഒറ്റ ദിവസം കൊണ്ട് ലോകം അറിയപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് ഒരു യോദ്ധാവ് ചെയ്യേണ്ട ദൗത്യം
യായേൽ എന്ന പ്രാർത്ഥിച്ച പാവപ്പെട്ട സ്ത്രീ ചെയ്തെടുത്തു. നമ്മുടെ സഭയുടെ വിജയത്തിന്റെ രഹസ്യം എന്താ? നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിന്റെ രഹസ്യം എന്താ? ആരും അറിയപ്പെടാതെ, ഒരു കഴിവും യോഗ്യതയും ഒന്നുമില്ലാത്ത പാവപ്പെട്ട കുറെ പേര് റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായി തീർന്നു. നമ്മുടെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ അമ്മച്ചിമാര് നെല്ലുകുത്തിയും അരിയാട്ടിയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് രാപ്പകൽ അധ്വാനിച്ച് രാത്രിയിൽ എല്ലാവർക്കും ആഹാരം കൊടുത്തിട്ട് ഒരു പക്ഷെ അവർക്ക് കഴിക്കാൻ കിട്ടത്തില്ല. ഇന്ന് നമ്മളെല്ലാം ഒരുമിച്ചല്ലേ ഇരുന്ന് കഴിക്കുന്നത്? അന്ന് അങ്ങനെയാണോ? അച്ഛന് കൊടുത്ത്, മക്കൾക്ക് കൊടുത്ത്, എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അവര് കഴിക്കും അല്ലേ? ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒട്ടിയ വയറുമായി പോയി കിടക്കും. എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാ അമ്മമാർ എഴുന്നേൽക്കും. അവരെഴുന്നേറ്റ് മണിക്കൂർ അവര് കരയും. മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി വില കൊടുത്ത അമ്മമാരുടെ കണ്ണുനീരാ ഇന്ന് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അന്ന് വില കൊടുത്തതാ. ആ വില കൊടുക്കാൻ ഇന്ന് എത്ര പേർ തയ്യാറാ? എത്ര പേർ റെഡിയാ? ഹല്ലേലൂയ. സ്തോത്ര. ദൗത്യമൊക്കെ ഏറ്റെടുത്ത് കർത്താവേ, ഞാൻ എന്നോട് തന്നെ പറയുന്നേ, എനിക്കും ആ കൃപ വേണം അപ്പാ. എനിക്ക് ആ കൃപ വേണം. എനിക്ക് പ്രാർത്ഥിപ്പാൻ, മണിക്കൂറുകളോളം കരയുവാൻ എനിക്ക് ആ കൃപ തരണം. എത്ര പേർ ദൈവത്തോട് ചോദിക്കും? ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ഒരു യായേൽ എന്ന സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ ഓരോ യായേലുമാരായി, ഓരോ മറിയമാരായി സമർപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് റെഡിയാ? ഒരു ദൈവദാസന്മാരെ നോക്കണ്ട. സഭയുടെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ ഒരു വാക്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. 28-ാം വാക്യം. 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, സീസരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അവള് ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നതുണ്ട്. ആരുടെ തേര്? സീസരയുടെ. എടാ മോനെ, നിന്റെ തേരെന്താടാ വരാത്തെ? രഥചക്രങ്ങൾക്ക് താമസമുണ്ട്. രഥചക്രങ്ങളൊക്കെ കുടുങ്ങിപ്പോയെന്ന് പ്രാർത്ഥിച്ച സഹോദരിമാരുടെ മുന്നിൽ, ദൈവസന്ധി രഹസ്യമായി കരഞ്ഞ ദൈവദാസിമാരുടെ മുന്നിൽ, സീസരയുടെ അമ്മമാരെ പോലെ ചില സ്ത്രീകളുണ്ട്. അവര് നേരെ നോക്കത്തില്ല, അവര് കുനിഞ്ഞേ നോക്കത്തുള്ളൂ. അവര് നേരെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, അവര് അടിയൊഴുക്കിലൂടെ പാറ വെക്കുന്നു അല്ലേ? അതെ, ഒരു ചില ഇസബേലുമാര് പോലെ അല്ലേ? കിളിവാതിലിൽ കൂടെയുള്ള നോട്ടം. നമ്മളെല്ലാരെയും വിശ്വസിക്കുന്നു മക്കളെ, നമ്മളെല്ലാരെയും വിശ്വസിക്കില്ല. പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവെ വിവേചിപ്പാനുള്ള കൃപ വേണം. വിവേചനവരെ ഏറ്റെടുക്കണം. എല്ലാരോടും എല്ലാം തുറന്ന് പറയരുത്. ദൈവസന്ധി പ്രാർത്ഥിച്ച് മേടിക്കും. എന്തിനാ കുത്തിയിരുന്ന് കര? സ്തോത്രം. ഒരു വിഷയം നമുക്കിപ്പോ ആരോടും പറയാൻ പറ്റാത്തൊരു കാലമായി മാറി. സീസരയുടെ അമ്മ കണ്ടില്ലേ? ഇതൊരു സ്ത്രീയല്ലേ? ഇതൊരു അമ്മയല്ലേ? അമ്മ എന്താ ആഗ്രഹിച്ചേ? ദൈവജനത്തെ തകർത്ത് തരിപ്പിടമാക്കി എന്നും ജയിച്ചു വരുന്ന എന്റെ മകൻ എന്ത് ചെയ്യവിടെ? രഥചക്രങ്ങൾ. അമ്മയ്ക്ക് തെറ്റുപറ്റി. ഇതുവരെയും കിളിവാതിലിൽ കൂടെ നോക്കിയിരുന്ന അമ്മേ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ സ്വർഗം എഴുന്നേൽപ്പിച്ചേ. ഇനി അമ്മ ജയിക്കത്തില്ല. കരയുന്ന ദൈവദാസിമാർ ഈ പട്ടണത്തിലുണ്ട്. ഈ അയർലൻഡ് എന്ന പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, ഉപസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലല്ലോ, ഞങ്ങൾ ജയിച്ചവരുടെ കൂട്ടത്തിലോ. ജയിച്ചവനായ ആത്മാവാണ് ക്രിസ്തുവിന്റെ കൂടെയാ നമ്മൾ. നോക്കി നിൽക്കട്ടെ, കിളിവാതിൽ കൂടെ നോക്കട്ടെ. പലര് മരണം കാണാൻ കാത്തിരിക്കുന്ന വ്യക്തികളുടെ നടുവിൽ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ നടുവിൽ ഇല്ല മക്കളെ. ദൈവപ്രവൃത്തി കാണാതെ, ദൈവമഹത്വം അറിയാതെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടക്കണം. പ്രാർത്ഥിക്കാൻ പോവുക. ചൂടവാൻ അറിയാൻ ആദരങ്ങളെയൊക്കെ തുറക്കാം. ആമേ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങണമേ. കർത്താവെ, നല്ല മറിയമാരായി അപ്പാ ആമേ ക്രിസ്തുവിനോട് നീ സഹായിക്കണമേ. ഹല്ലേലൂയ. മക്കളുടെ കാര്യത്തിൽ മറിയോടെ ലോകം ചോദിക്കും, മറിയ നീ എന്തിനായി പോടുന്ന്? അവള് പറയും, ആമേ എനിക്ക് എന്റെ യേശുവിനെ കാണണം. കല്ലുരുട്ടി വെച്ചേക്കല്ലേ? അവള് പറയും, എനിക്ക് മുൻപേ ദൂതനെ ഇറക്കൂ. പട്ടാളക്കാർ നിൽപ്പില്ലേ? എനിക്ക് തടസ്സം ഒരു വിഷയമല്ല, എനിക്ക് പ്രതികൂലം ഒരു വിഷയമല്ല. എനിക്ക് എന്റെ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് അവൾ ആമേ യേശുവിന്റെ ഉയർപ്പിന്റെ ആദ്യത്തെ സാക്ഷിയായി ഒരു സഹോദരിയെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കണമേ. ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ വാത്സല്യ സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, നേതൃത്വം നിലനിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരിമാരെ ജ്ഞാനാത്മാവിനാ നിറയ്ക്കണം. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ അനേക ആയിരക്കണക്കിന് സഹോദരിമാരെ ദൈവകൃപയിൽ വാർത്തെടുക്കുവാൻ, കർത്താവിനെ തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ അവരെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പാൻ ഒരു പ്രത്യേക ദർശനത്തോടെ വെളിപ്പാടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വർഗം ഉണർത്തണം. കർത്താവെ, പാട്ടുപാടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ ശക്തരായി ക്രിസ്തുവിന് വേണ്ടി നിൽപ്പാൻ സഹായിക്കണം. എല്ലാവരെയും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് ഒരു പക്ഷെ തുറന്നു പറയാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കായി സ്തോത്രം. കൃപയിൽ മറയ്ക്കണമേ. കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രത്യാശയോടെ നിർത്തും മഹത്വം വെളിപ്പെടും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കർത്താനദാസി പ്രിയ ബ്ലെസ്സിയോടും പ്രിയ ജെസ്സി മാത്യു, പ്രത്യേകിച്ച് പ്രിയ റിയ, ആമേൻ, എല്ലാ വാത്സല്യവും പ്രിയ ഓമനാന്റി, എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ അനവധി സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ഞാൻ അതുകൊണ്ടാ പറയാൻ. റീജ ബിജു കൊട്ടാരൊക്കെ അടിച്ചു നോക്കിയാല് എന്റെ സാക്ഷ്യങ്ങൾ അനവധി കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ആമേൻ ഇവിടെ വരെ എത്തിയതല്ല. ഒത്തിരി വില കൊടുത്തും പട്ടിണി കിടന്നും കർത്താവിന് വേണ്ടി ഇവിടെ വരെ എത്താൻ സ്വർഗം സഹായിച്ചു. ആമേൻ. വീണ്ടും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്.